വി എസ് അനോജ് കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. വി എസ് അനോജ്, ഇപ്പോൾ 118, 90, 12 ഒരു അനുമാനത്തിലേക്ക് എത്താനായോ? പോത്തൻ, അതായത് ഇപ്പോൾ നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു ലീഡ് നിലയിലേക്ക് തന്നെ പോകുന്നു എന്ന് പറയേണ്ടി വരും. NDA സംബന്ധിച്ചിടത്തോളം അവർ തന്നെയാണ് ഒരു കൃത്യമായ മേധാവിത്വത്തിൽ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPയും RJDയും ഏതാണ്ട് തുല്യമായ ഒരു രീതിയിലേക്ക് അവരുടെ സീറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൽ താഴെ മാത്രമാണ് JDU വരുന്നത്. ഇത് BJP നേരത്തെ കരുതിയ കാര്യം തന്നെയാണ്. കാരണം JDUവിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ BJPക്കുള്ളൊരു സംശയമാണ് 101 സീറ്റുകളിൽ അവർ തമ്മിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ അവർ ഈക്വലായിട്ട് സീറ്റ് ഷെയർ ചെയ്യാനുണ്ടായ കാരണം അതിലേക്ക് തന്നെ വരുന്നിരിക്കുന്നു. RJDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ഷെയറിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. 121 ഒറ്റ സീറ്റ് അകലെയാണ് കേവല ഭൂരിപക്ഷം, ഒറ്റ സീറ്റ് അകലെ. അതെ, 121ലേക്ക് വരുന്നു. 122 സീറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കേവല ഭൂരിപക്ഷമായി. പക്ഷേ ഇത് ലീഡ് നിലയാണ്. മറ്റൊന്ന്, ഇനി പല ഘട്ടം അല്ലെങ്കിൽ പല രീതിയിൽ പല റൗണ്ടുകൾ വോട്ടുകൾ എന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ രഘുപൂരിൽ തേജസ്വി ലീഡ് ചെയ്യുന്നു, മഹുവയിൽ തേജ് പ്രതാപ് യാദവ് ലീഡ് ചെയ്യുന്നു, വിജയ് കുമാർ സിൻഹ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി അവരുടെ ലഖീസറായിൽ ലീഡ് ചെയ്യുന്നു, ആനന്ദ് സിംഗ് എന്ന് പറയുന്നത് ഒരു ഗാങ്സ്റ്റർ പശ്ചാത്തലമുള്ള ആളാണ്, മൊക്കാമയിൽ ലീഡ് ചെയ്യുന്നു, അതുപോലെ മൈഥിലി ഠാക്കൂർ ലീഡ് ചെയ്യുന്നുണ്ട് അലിനഗറിൽ, ഒപ്പം വിജയകുമാർ ചൗധരി സരായ്ഗഞ്ചിൽ ലീഡ് ചെയ്യുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട CPIMന്റെ സ്ഥാനാർത്ഥികൾ ബൽറാംപൂരിൽ മെഹബൂബ് ആലം ലീഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം ഗോസിയിൽ രാംബാലി സിംഗ് യാദവ് ലീഡ് ചെയ്യുന്നു. CPIMൽ 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞു. പക്ഷേ 3 സീറ്റിൽ അവർ മൊത്തത്തിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. 3ാമത്തെ സീറ്റ് ഏതാണെന്ന് വന്നിട്ടില്ല ആ വിവരം. CPI 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. CPMന്റെ ലീഡ് കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പറഞ്ഞ പോലെ നിതീഷ് മിശ്ര, നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞ പോലെ നിതീഷ് മിശ്ര അവരുടെ JDUവിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ്, മന്ത്രി, അദ്ദേഹം ലീഡ് ചെയ്യുന്ന കാണാം. ഒസാമ ഷഹാബ് എന്ന് പറയുന്നത് പഴയ മുഹമ്മദ് ഷഹാബുദ്ദീൻ എന്ന് പറയുന്ന ബീഹാറിലെ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഒരു ഗാങ്സ്റ്റർ, അദ്ദേഹത്തിൻ്റെ മകൻ ഒസാമ ഷഹാബ് RJD സ്ഥാനാർത്ഥിയാണ്, രാഘവ്പൂരിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെ നിരവധി മേഖലകളിൽ ഇപ്പോൾ ദീപാ മാഞ്ചി, ജിതിൻ റാം മാഞ്ചിയുടെ മരുമകളാണ് ഹിന്ദുസ്ഥാനി അവാം മോർച്ച. 92 മഹാസഖ്യം, 92 മഹാസഖ്യം, കേവല ഭൂരിപക്ഷം, 20 സീറ്റ് അകലെ മാത്രം മഹാസഖ്യം. അതെ, 122ലേക്ക് വന്നിരിക്കുന്നു. അതായത് ഏറ്റവും കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA സഖ്യം വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഒപ്പം RJDയും BJPയും തുല്യ നിലയിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച കൂടി കാണുന്നു. ഏതായാലും അതേഴ്സിൽ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇതിൽ JSP എത്രയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രശാന്ത് കിഷോർ എങ്ങനെയാണ് വോട്ടിനെ ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വരാനിരിക്കുന്നുള്ളൂ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മണികണ്ഠ ഠാക്കൂർ പറഞ്ഞൊരു കാര്യം, 65 ലക്ഷം വോട്ടർമാരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരു SIRന് ശേഷം എങ്ങനെയായിരിക്കും ഈ ഫലം വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും 122ലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഉള്ള ലീഡ് നിലയിലേക്ക് ഏതായാലും NDA വന്നിരിക്കുന്നു. പോത്തൻ, ഉറപ്പായും 92 മഹാസഖ്യം കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ മറ്റൊരു പാർട്ടി കേവല ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു, മറ്റേ പാർട്ടി കേവല ഭൂരിപക്ഷം എത്തിയിരിക്കുന്നു. നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കാം. 122, 92, 6 6 അതാറായി. പക്ഷെ അപ്പോഴേക്ക് NDA ഈ ജൻസുരാജ് പാർട്ടിയുടെ എങ്ങനെയായിരിക്കും അവർ ഇതിലെ റോൾ അല്ലേ? അതെ, ഉറപ്പായും എത്രത്തോളം വോട്ടുകൾ, അതായത് പ്രത്യേകിച്ച് നേരത്തെ സേതുവും സനോജൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ അവർ പിടിച്ചിട്ടുള്ള വോട്ടുകൾ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അവിടുത്തെ നിരക്ഷരരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ വോട്ടുകൾ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മജ്ലിസ് പാർട്ടി ഒവൈസിയുടെ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് വലിയ രീതിയിൽ കടന്നു കയറിയിട്ടുണ്ട്. എന്തായാലും അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. 122, 92, 6 എന്നുള്ളതാണ്. ഇനി നടക്കുന്ന ഓരോ റൗണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ റൗണ്ടും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, സമയം നോക്കൂ, 9:04 കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ വോട്ടെണ്ണി തുടങ്ങി 1 മണിക്കൂർ 4 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് കൃത്യമായൊരു ട്രെൻഡായി തന്നെ വിലയിരുത്താൻ സാധിക്കുമോ സനോജെ? തോന്നുന്നു ഇതൊരു ട്രെൻഡായി തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം നിലവിൽ അവരുടെ പ്രകടനം വെച്ച് നോക്കിയാൽ ഇതൊരു ട്രെൻഡ് തന്നെയാണ്. പക്ഷേ അത് എക്സിറ്റ് പോൾ ഫലങ്ങളെ തന്നെ സാധൂകരിക്കുന്നു. ഏതായാലും പക്ഷേ അതുകൊണ്ട് മാത്രം ഈ ഫലസൂചനകൾ കൃത്യമായി അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിന് കൃത്യമായ കണക്ക് ഞാൻ പറയാം. അതായത് 1 ഡസനോളം മണ്ഡലങ്ങളിൽ, വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഏതാണ്ട് 130 വോട്ടിനും 200 വോട്ടിൽ താഴെയും 500 വോട്ടിൽ താഴെയും കഴിഞ്ഞ തവണ വിജയിച്ച 1 ഡസനോളം മണ്ഡലങ്ങളുണ്ട്. പോത്തൻ, അത് പ്രത്യേകം ഓർക്കണം. കാരണം ഹിൽസയിൽ കഴിഞ്ഞ തവണ
ഇത്തവണ 12 വോട്ടിനാണ് JDU ജയിച്ചത്. ബാർബികയിൽ 133 വോട്ടിനാണ് JDU ജയിച്ചത്. രാംഗഡിൽ RJD ജയിച്ചത് 189 വോട്ടിനാണ്. ഈ രീതിയിലേക്ക് ഒരു ഡസനോളം മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലീഡ് നിലയിൽ പിന്നെയും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ തലത്തിൽ ഈ രീതിയിൽ ഒരു ഡെക്കോറം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് അത് അവരെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം വളരെ അവർ കൃത്യമായി ആ ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഫലങ്ങൾ ഇങ്ങനെ തന്നെ ആകുമെന്ന് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. കാരണം വോട്ടെണ്ണൽ തുടങ്ങിയിട്ട് അധിക സമയമായിട്ടില്ല. പ്രത്യേകിച്ച് ബാലറ്റ് എണ്ണിത്തുടങ്ങി അത് തരംതിരിച്ച് എണ്ണിത്തുടങ്ങിയതിനു ശേഷം EVM-ലേക്ക് കടന്നതിന് ശേഷം ഒരുപാട് സമയമായെന്ന് പറയാൻ പറ്റില്ല. മറ്റൊന്ന് പല റൗണ്ട് ഇനി വോട്ടെണ്ണൽ പൂർത്തിയാകാൻ ബാക്കി നിൽക്കുന്നു. പക്ഷേ എങ്കിൽ പോലും കൃത്യമായൊരു മേധാവിത്വം RJD-ക്കുണ്ട്, ക്ഷമിക്കണം NDA സഖ്യത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്നെ BJP മഹാഗഡ്ബന്ധൻ നിൽക്കുന്നത് നമ്മൾ ഇവരുടെ സ്പ്ലിറ്റ് നോക്കുന്ന സമയത്ത് RJD നല്ല പെർഫോമൻസിൽ RJD പോകുന്നു. പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ പെർഫോമൻസ് താഴെയാണ്. ഇത്തവണ കൂടുതൽ സീറ്റ് ചോദിച്ചു, പക്ഷെ കൊടുത്തില്ല തേജസ്വി യാദവ്. അങ്ങനെ ഒരു കല്ലുകടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണത്തെയും ഈ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ പെർഫോമൻസ് മോശമായത് ഈ RJD കോൺഗ്രസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ സാധ്യതയുണ്ടോ? അത് യഥാർത്ഥത്തിൽ ബീഹാറിൽ മാത്രമല്ല, ബീഹാറിലും UP-യിലും ഈ പ്രശ്നം നിലനിന്നതാണ്. കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ചോദിക്കുകയും കുറവ് സീറ്റുകളിലേക്ക് പെർഫോമൻസ് വരികയും ചെയ്യുന്ന സാഹചര്യം പോയോ 127-94-6 എന്നുള്ളതാണ് ഇപ്പോഴത്തെ തരത്തിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. 127 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 94 സീറ്റിലാണ് മഹാസഖ്യം. അതായത് NDAയുടെ ലീഡ് നില ഉയർത്തുന്നു. അവർ കേവല ഭൂരിപക്ഷവും മറികടന്ന് അവരുടെ ലീഡ് നില 127ലേക്ക് ഉയർത്തി എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ തരത്തിൽ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. 94 സീറ്റുകളിലാണ് മഹാസഖ്യം ലീഡ് ഉയർത്തുന്നത്. അതിൽ തന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 60 സീറ്റുകളോളം ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്, 60 സീറ്റുകൾക്ക് മുകളിൽ ലീഡ് ചെയ്യുന്നത് RJD ആണ്. RJD വലിയ തരത്തിൽ അവരുടെ സീറ്റ് നില ഉയർത്തുകയും അവർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു. പക്ഷേ കോൺഗ്രസ് ദയനീയമായ അവരുടെ പ്രകടനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും അവരുടെ അവസ്ഥ. നിതീഷ് മിശ്ര മുന്നിലാണ്, നീരജ് കുമാർ സിംഗ് മുന്നിലാണ്, ബെട്ടിയ മണ്ഡലത്തിൽ രേണുദേവി ലീഡ് ചെയ്യുന്നു, സഞ്ജയ് സരോഗി ലീഡ് ചെയ്യുന്നുണ്ട്, ശിബേഷ് കുമാർ BJPക്ക് വേണ്ടി ലീഡ് ചെയ്യുന്നുണ്ട്, ചപ്രയിൽ RJD മുന്നിലാണ്, സബേഷ് ഗഞ്ചിൽ രാജീവ് കുമാർ സിംഗിന് മുന്നിലാണ്, മഹുവയിലെ തേജ് പ്രതാപ് ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. ഇടയ്ക്ക് ഇപ്പൊ ബിനിൽ പോതൻ പറഞ്ഞ പോലെ ഒന്ന് പിറകെ പോയി പിന്നീട് ലീഡ് പിടിച്ച ശേഷം തിരികെ പോയിട്ടില്ല ബിനിൽ പോതൻ. മുന്നിലാണെങ്കിൽ ഇനി ഒരു കാര്യം ഞാൻ പറയാം. ജനതാദൾ യുണൈറ്റഡ് അവരുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ ഹാൻഡിലൂടെ പറഞ്ഞിരിക്കുന്നു, ജസ്റ്റ് എ ഫ്യൂ ഹവേഴ്സ് ടു വെയിറ്റ്, ദ ഗവൺമെന്റ് ഓഫ് ഗുഡ് ഗവേണൻസ് ഈസ് റിട്ടേണിംഗ് വൺസ് അഗൈൻ. നിതീഷ് കുമാറിന്റെ പടവും വെച്ചിട്ടുണ്ട്. കോൻ ബനേഗ CM കാത്തിരിക്കണം, കുറച്ചും കൂടി കാത്തിരിക്കണം ആരാകും എന്നുള്ള കാര്യം. അതിനുള്ള ബാരു രജൽ RJD സ്ഥാനാർത്ഥി അരുൺകുമാർ സിംഗാണ് മുന്നിൽ. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന മേഖലയിൽ 51 സീറ്റിലാണ് NDA ലീഡ് ചെയ്യുന്നത്. അപ്പം ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ 51 ലീഡ് ചെയ്യുന്നെങ്കിൽ ആ വന്ന പോളിംഗ് പെർസെന്റേജ് രാത്രി വൈകിയും നമ്മൾ കണ്ട ആ സ്ത്രീകളുടെ നിര, ആ 10,000 രൂപ, അതൊക്കെ NDAക്ക് തന്നെ ഫലപ്രദമായി എന്ന് വേണോ? ഉറപ്പായും ലഖ്പതി ദീദിയൊക്കെ എന്തായാലും അവർക്ക് അനുകൂലമായി എന്ന് വേണം കരുതാൻ. ഈ ഘട്ടത്തിൽ അതെങ്ങനെ വേണം കരുതാൻ. 130ലേക്ക് ഉയർന്നിരിക്കുന്നു NDAയുടെ ലീഡ് നില. മഹാഗഡ്ബന്ധൻ 96 സീറ്റുകളിലും മറ്റ് പാർട്ടികൾ 3 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അതായത് കറുത്ത കുതിരയാകുമെന്ന് കരുതിയിരുന്ന JSP ജൻസുരാജ് പാർട്ടി അടക്കം 3 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. മഹാഗഡ്ബന്ധൻ 96 സീറ്റിലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തുമ്പോൾ 130 എന്ന് പറയുന്ന വലിയ സീറ്റ് നിലയിലേക്ക് NDA ഉയർന്നിരിക്കുകയാണ്. അത് വലിയ ഉയർച്ച തന്നെയാണ്. കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ്. കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് 8 സീറ്റുകളുടെ ഉയർച്ച ഉണ്ടായിരിക്കും ഉറപ്പായും. 96-130 അകലം കൂടുതലാണ്. സേതു, ഇതിൽ കഴിഞ്ഞ തവണ 2020 വന്ന 125 സീറ്റ് എന്ന് പറയുന്ന അവരുടെ NDAയുടെ നമ്പറിൽ നിന്ന് അവർ 5 സീറ്റിന്റെ കൂടെ ലീഡിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടി വരിക. അന്ന് വെച്ചാൽ കൃത്യമായ മേധാവിത്വം ഇത്തവണ വലിയ ശക്തമായ രീതിയിൽ അവർ ഉയർത്തിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാഗഡ്ബന്ധനെ സംബന്ധിച്ചിടത്തോളം 96 സീറ്റിലും അതേഴ്സ് 3 സീറ്റിലും ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും അവരുടെ കഴിഞ്ഞ തവണത്തെ നമ്പറിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അതിൽ RJDയുടെ പ്രകടനം വളരെ സിഗ്നിഫിക്കൻ്റ് ആയൊരു വളരെ പൊട്ടൻഷ്യൽ അവർ പുറത്തെടുത്തിരിക്കുന്നു. ഒപ്പം
ബി ജെ പി നിലവിൽ പ്ലാൻ ചെയ്തത് ഇത് തന്നെയായിരുന്നു. അതായത് ഏറ്റവും നല്ല പെർഫോമൻസിലേക്ക് സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോവുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി ഫേസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ച് സാമ്രാട്ട് ചൗധരി ഉണ്ടായാലും വിജയകുമാർ സിൻഹ ഉണ്ടായാലും ഒക്കെ തന്നെ അവരെ ഒരു എല്ലാ തരം ജനത്തിനും സ്വീകാര്യരായ ഒരു മുഖമായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സാമ്രാട്ട് ചൗധരി ആണെങ്കിൽ നേരത്തെ ക്രിമിനൽ കേസിൽ പ്രതിയായ നെഗറ്റീവ് ഇമേജുള്ള ഒരാളാണ്. പക്ഷേ ഒരു ജാതി ഇക്വേഷന്റെ ഭാഗമായിട്ടാണ് ഇവരെ രണ്ടുപേരെ ഉപമുഖ്യമന്ത്രിയാക്കിയത്. ഈ സാഹചര്യത്തിൽ നിതീഷിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ സ്വന്തം നിലയ്ക്ക് വോട്ട് ഷെയർ കൂട്ടണം, സീറ്റ് നില കൂട്ടണം. ഈ ഘട്ടത്തിൽ അവർ അത് ഇത്തവണ വളരെ ശക്തമായി വളരെ മികച്ച രീതിയിൽ BJP അത് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് നമുക്ക് ഈ 130 ഇതിന്റെ നമ്പർ കാണുമ്പോൾ കാണേണ്ടി വരും. കാരണം അതിൽ ഏറ്റവും കൂടുതൽ കക്ഷി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റിലേക്ക് ലീഡ് ചെയ്യുന്നത് BJP തന്നെയാണ് NDA സംബന്ധിച്ച്. പക്ഷേ മഹാഗഡ്ബന്ധനിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ ലിജോ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ നില കുറച്ച് പ്രശ്നത്തിലാണ്. അത് കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചതാണ്. കാരണം 70-ലധികം സീറ്റിൽ മത്സരിക്കുകയും വെറും 19 സീറ്റിൽ മാത്രം വിജയിക്കുകയും കഴിഞ്ഞ തവണ ചെയ്ത പാർട്ടിയാണ്. അതേസമയം 19 സീറ്റിൽ മത്സരിച്ച് 12 സീറ്റ് വിജയിച്ച പാർട്ടിയാണ് CPIML. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ്. ആ സ്ട്രൈക്ക് റേറ്റ് അവർ ഇത്തവണയും നിലനിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരു മണിക്കൂർ 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഈ ഫലം വരുമ്പോൾ ഞങ്ങൾക്ക് മഹാഗഡ്ബന്ധനിലേക്ക് പോവാണ്. ഇപ്പം RJD അവരുടെ സീറ്റുകൾ നിലനിർത്തുന്നു. കോൺഗ്രസിന്റെ പെർഫോമൻസ് മോശമാണ്. പക്ഷേ CPM അവർക്ക് സ്വാധീനമുള്ള ചില സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോലും പലയിടങ്ങളിൽ അവർക്ക് മോശം പെർഫോമൻസ് ആണ്. പലയിടങ്ങളിലും പിന്നോട്ട് പോകണം. എന്തുകൊണ്ടായിരിക്കും അവർക്ക് മുന്നേറാൻ പറ്റാത്തത്? അതായത് ഈ ഇടതു പാർട്ടികളുടെ ഈ പെർഫോമൻസിൽ അത് മഹാഗഡ്ബന്ധനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഒന്ന്, ഈ സീറ്റുകളുടെ വിഭജനം ഇത്തവണ ജാതി സെൻസസിന് ശേഷം പല സീറ്റുകളുടെ വിഭജനത്തിലും പല സീറ്റുകളുടെയും മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞാണ് പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ജാതി സെൻസസിന് ശേഷം മറ്റൊന്ന് SIRന് ശേഷം ഈ രീതിയിലേക്ക് ഡീലിമിറ്റേഷൻ നടത്തിയതിന് ശേഷം സംഭവിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക നിർണ്ണയം എന്ന രീതിയിൽ ചില മണ്ഡലങ്ങൾ മാറിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ തിരിച്ചടിയായിട്ടുണ്ടാവാം. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ മറ്റ് ചെറിയ പാർട്ടികളുടെ സ്വാധീനം, ഒപ്പം BJP EBC വോട്ടുകളിൽ ഇടപെടുകയാണ്. ഒരു മിനിറ്റ്. ഇപ്പൊ നിലവിലെ ലീഡ് നില 130-96 പോത്താ ഇത്രയും നേരം പറഞ്ഞ സീമാഞ്ചലായിരുന്നു. പക്ഷെ ആ സീമാഞ്ചലിൽ 8 ഇടങ്ങളിൽ ND ലീഡ് ചെയ്യുന്നത്. പക്ഷെ അവിടെ അസദുദ്ദീൻ ഒവൈസിയും ജൻസുരാജ് പാർട്ടിയും പൊട്ടിച്ചിട്ടുണ്ട്. VS അനുജ തുടർന്നോളൂ. അതായത് ഈ മഗധ റീജൻ എന്ന് പറയുന്ന ആ ഒരു റീജൻ എടുത്താൽ അതിൽ മൊത്തം 47 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് 16 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്ന ആ അവസ്ഥയുണ്ട്. അപ്പോൾ അതായത് ഏതാണ്ട് ഒരു ഒപ്പത്തിനൊപ്പമാണ് ചില മേഖലകളിൽ. മഗധ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നളന്ദ അടക്കമുള്ള പ്രദേശങ്ങൾ വരുന്ന പഴയ ബുദ്ധ സർക്യൂട്ടിൽ വരുന്ന പ്രദേശങ്ങൾ ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ അങ്ക എന്ന് പറയുന്ന മേഖലയിലും ഏതാണ്ട് 16-18 സീറ്റുകളിലേക്ക് NDA ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിനെ റീജൻ വൈസ് തിരിച്ചാലുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഓരോ മേഖലയിലും എടുത്താൽ അതിൽ കൃത്യമായ ഒരു മേധാവിത്വം NDAക്ക് സംഭവിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കൃത്യമായി BJP അവരുടെ സ്വന്തം നിലയ്ക്കുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് മികച്ച സ്ഥാനാർത്ഥികളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചുവെന്നോ കൃത്യമായി പറയേണ്ടി വരും. അത് NDA സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഏതായാലും 130 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെക്കുന്ന രീതിയിലേക്കുള്ള ഒരു ലീഡ് നിലയിലേക്ക് നിലവിൽ അവർ പോകുന്നു എന്ന് കരുതേണ്ടി വരും. ഓരോ സ്ഥാനാർത്ഥികളുടെയും എടുത്താൽ ഇത്തവണ അവർ നേരത്തെ പറഞ്ഞതുപോലെ ജാതി സെൻസസിന് ശേഷം ഇതിന്റെ ഇക്വേഷനിൽ മാറ്റം വരുത്തിയിരുന്നു. അത് കൃത്യമായി പാലിച്ചിരിക്കുന്നു. അതായത് BC സ്ഥാനാർത്ഥികളെക്കാൾ EBC സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ ഇടം കൊടുക്കുന്ന തരത്തിലേക്ക്, അതായത് എക്സ്ട്രീം ബാക്ക്വേർഡ് സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ ഇടം കൊടുക്കുന്ന തരത്തിലേക്ക് ഇത്തവണ NDA അതിനെ റീസ്ട്രക്ചർ ചെയ്തിരുന്നു. ഇത് RJDയും ചെയ്തിട്ടുണ്ട്. അതായത് RJD ഇത്തവണ യാദവ സ്ഥാനാർത്ഥികൾ കുറവാണ്. അതായത് EBC സ്ഥാനാർത്ഥികളെ കുറച്ച് മുൻപത്തെ തവണത്തേക്കുള്ള RJD സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറച്ചുകൊണ്ട് EBC സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വോട്ട് കൊടുത്തിട്ടുണ്ട്, സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ദളിത് സ്ഥാനാർത്ഥികൾ, മുസ്ലിം സ്ഥാനാർത്ഥികൾ ഈ രീതിയിൽ ഇക്വേഷൻ ലീഡ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നിലവിൽ നേരത്തെ സേതു പറഞ്ഞതുപോലെ LJP, അതായത് ചിരാഗ് പസ്വാന്റെ വിവരമാണ് കൂടുതലായിട്ട് പുറത്തു വരാത്തത്. കാരണം ഇത്തവണ 29 സീറ്റിൽ മത്സരിച്ചു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായി പ്രകടനം നടത്തിയ ചിരാഗ് പസ്വാൻ ഇത്തവണ ഒരു കിങ് മേക്കർ ആകും എന്നാണ് കരുതിയിരുന്നതെങ്കിൽ ഈ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവരുടെ വോട്ട് ബാലൻസിൽ എങ്ങനെയാണ് ചിരാഗിനെയും കൂടെ അത് ബാധിച്ചിരുന്നോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കേണ്ടി വരും എന്ന് തോന്നുന്നു. അല്ലേ പോത്തൻ?